എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോൾ 599 ഒരു പുതിയ പ്ലാനിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. അതിപ്പോൾ ഓൾ ഓവർ ഇന്ത്യ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് മാറ്റേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയായിട്ട് ഞാൻ റിക്വസ്റ്റ് കൊടുത്തു. നിങ്ങൾക്ക് ഓൺലൈനിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അത് മുമ്പ് ചാനൽ പുതിയ വന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണൊക്കെ ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ BSNL സെൽഫ് കെയർ ആപ്പ് തുറക്കാം. അല്ല ആപ്പ് വേണ്ട, അല്ല സൈറ്റ് തുറക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ പാസ്വേഡൊക്കെ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്യാപ്ഷൻ ഒന്ന് അടിച്ചു കൊടുക്കാം. ഒരു ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവർ പറയണത് 2 to 3 ഡേയ്സിലുള്ള മാറുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഞാനിത് എൻ്റെ ഓൾറെഡി ഇപ്പോൾ പ്ലാനുള്ളതെന്ന് പറഞ്ഞാൽ 799 പ്ലാനാണ്. 777 പ്ലാനാണുള്ളത്. അത് 100 Mbps ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മിക്ക എല്ലാവർക്കും അപ്ഗ്രേഡ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ പ്ലാനാണ്. അപ്പോൾ ഞാൻ ഇത് നോക്കിയപ്പോൾ ഇത് നല്ലൊരു പ്ലാനാണ്. 599 60 Mbps 3000 GB കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല, വലിയ കുഴപ്പമില്ലാണ്ട് പോവാം. അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പ്യൂ പ്ലാൻ കൊടുത്തപ്പോൾ അതവിടെ കാണിക്കുന്നത് ഇപ്പോൾ ഉള്ളത് 500 GB ഭാരത് ഫൈബർ ഈ പ്ലാനാണ് കിടക്കുന്നത്. ഇത് 777 എന്ന് പറഞ്ഞ പ്ലാനാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിന് ഉള്ളിലേക്ക് പോകാം. ചേഞ്ച് ചെയ്യാനുള്ള ബില്ലിംഗ് അക്കൗണ്ട് നമ്പറിലേക്ക് പോയാൽ മതി. അപ്പോൾ ഇതൊന്ന് ലോഡാവട്ടെ. ഇതിപ്പോൾ പണ്ടത്തെ കാലം എന്തായാലും കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഇവരുടെ സൈഡിന്. പണ്ട് ഭയങ്കര സ്ലോ ആയിരുന്നു. ഇതിൽ മോഡിഫൈ സർവീസിൽ പോയി കഴിഞ്ഞാൽ ചേഞ്ച് ഓഫ് താരിഫ് പ്ലാൻ ഉണ്ട്. ഇപ്പോൾ അത് ഇന്നലെ ഒരു ഈവനിങ് ആയിട്ടാണ് ഇപ്പോൾ ഈ പ്ലാൻ നമ്മുടെ സെൽഫ് കെയറിൽ വന്നത്. അതുവരെ ആക്റ്റീവ് ആയിരുന്നില്ല. ശരിക്കും 14-ാം തീയതി വരുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ 14-ാം തീയതി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ നമ്മുടെ 449 പ്ലാനും ഇപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ തൽക്കാലത്തേക്ക് ന്യൂ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അത് എല്ലാവർക്കും വേണ്ടി വരുന്നതാണ് അപ്പോൾ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. എൻ്റെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് പ്ലാനാണ് അവർ സെലക്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതിലാണ് സെലക്ട് പ്ലാൻ വരിക. അതിൽ നമ്മൾ ഈ കോംബോ പ്ലാൻ മാത്രം എടുത്താൽ മതി. മറ്റേ ഫൈബറിൻ്റെ നമ്മുടെ ഹോം യൂസിനുള്ളത് കോംബോ പ്ലാനാണ്. അപ്പോൾ കോംബോ പ്ലാൻ മാത്രം നോക്കിയാൽ മതി നിങ്ങൾ. ഒന്ന് ലോഡാവട്ടെ. അപ്പോൾ ലോഡായിട്ടുണ്ട്. കൂടെ കാണാം കോംബോ മാത്രം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അത് മാത്രം വരും. പിന്നെ നമുക്ക് ഇതൊന്ന് കൂട്ടിടാം. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഭാരത് ഫൈബർ വന്നിട്ടില്ല. അടുത്ത പേജിൽ പോകാം. ഇതാ കണ്ടോ, ഫൈബർ ബേസിക് പ്ലസ്. ഇതാണ് നമ്മുടെ പ്ലാൻ. ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ 60 Mbps അപ് ടു സ്പീഡ് ഉള്ളതാണ്. ഇപ്പോൾ അതുപോലെ 3300 GB മന്ത്ലി. അത് കഴിഞ്ഞാൽ നമ്മുടെ ലിമിറ്റ് കഴിഞ്ഞാൽ 2 Mbps. നമുക്ക് ലിമിറ്റ് കഴിയേണ്ട ആവശ്യം വരില്ല എന്ന് തോന്നുന്നു. എന്തായാലും മിക്ക ആൾക്കാർക്കൊന്നും വരില്ല. എനിക്കെന്തായാലും വരില്ല. 3000 GB ഒന്നും എന്തായാലും കഴിയില്ല. അപ്പോൾ 2 Mbps കാര്യം നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ വോയിസ് ഫ്രീ തന്നെയാണ് എല്ലാത്തിനും പോലെ. അപ്പോൾ നമുക്കതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഓൾറെഡി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ ഒന്ന് കാണിച്ചാൽ അതിൻ്റെ പ്രൊസീജിയർ നമുക്ക് ലാസ്റ്റ് വരെ. അപ്പോൾ ഇതിൽ കാണിക്കും നമ്മൾ സെലക്ട് ചെയ്യാൻ പ്ലാനും കാണിക്കും. അപ്പോൾ എക്സിസ്റ്റിംഗ് പ്ലാനും കാണിക്കും. അപ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്ന പ്ലാനും കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റേറ്റ് വരുന്നുണ്ട് 599. പിന്നെ ഈ ആഡ് പ്ലാൻ കൊടുക്കുക അവിടെ പോയിട്ട്. അപ്പോൾ ഇതിവിടെ ഈ പ്ലാൻ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ റിക്വസ്റ്റ് സെൻഡ് ആയിക്കോളും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെയിലും കിട്ടും. ഇപ്പോൾ എനിക്ക് മെയിൽ വന്നതാണ്. ഈ റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ഫോർ ചേഞ്ച് പ്ലാൻ ടു ഭാരത് ഫൈബർ പ്ലസ്. അപ്പോൾ ചേഞ്ച് വേണ്ടി ടേക്ക് പ്ലസ് 2 to 3 days ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് പ്രൊസീജിയർ. ഈസി പ്രൊസീജിയറാണ്. നമുക്ക് സെൽഫ് കെയറിൽ അക്കൗണ്ട് ഓപ്പൺ ആകണമെന്ന് മാത്രം, വേറെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഇത് നല്ല പ്ലാനാണ്. അപ്പോൾ മിക്ക ആൾക്കാർ ഇതിലേക്ക് ചേഞ്ച് ആവുമെന്ന് വിചാരിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ GST അടക്കം 700 കറക്റ്റ് റേറ്റിലാണ് വരുന്നുള്ളൂ. അപ്പോൾ 700-ന് 3300 GB പ്ലസ് 60 Mbps എന്ന് പറയുമ്പോൾ അത്യാവശ്യം മോശമില്ലാത്ത പ്ലാനാണ്. ഇപ്പോൾ BSNL നോർമലി ഇപ്പോൾ റേറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ ഈ പ്ലാൻ കുറച്ച് അത്യാവശ്യം നല്ല പ്ലാൻ തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേഗം കയറി മാറ്റിക്കോളാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത 2 വീഡിയോസിലും കാണാം. ബൈ ഫ്രണ്ട്സ്.